നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയുടെ കുതിപ്പ് തുടരുകയാണ്. തുടർച്ചയായ 11ാമത്തെ മത്സരത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു. 2015 ശേഷം ടീമിൻ്റെ ഏറ്റവും വലിയ വിന്നിംഗ് സ്ട്രീക്കാണിത്. ബാഴ്സയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ വിന്നിംഗ് സ്ട്രീക്കുമാണ്. അതായത് റയൽ മാഡ്രിഡ് എങ്ങനെയാണോ പോകുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബാഴ്സയുടെ ഇപ്പോഴത്തെ കുതിപ്പ് എന്നർത്ഥം. കോപ്പ ഡെൽ റേയിൽ റയൽ ഇന്നലെ പുറത്തായപ്പോൾ ബാഴ്സ ഇന്നിതാ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. റൗണ്ട് ഓഫ് 16 ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റേസിങ്ങിനെ അവർ പരാജയപ്പെടുത്തി. റേസിംഗ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബാണ്. റയൽ തോറ്റത് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ അൽബാസെറ്റയോടാണ്. അൽബാസെറ്റ് അവിടെ 17ാമതാണെങ്കിൽ റേസിംഗ് അവിടെ തലപ്പത്ത് നിൽക്കുന്ന ടീമാണ്. കോച്ച് ഹൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം പറഞ്ഞത് റേസിംഗ് മികച്ച ടീമാണ്, അടുത്ത സീസണിൽ ഒരു പക്ഷേ നമുക്ക് അവരെ ലാലിഗയിൽ കാണാൻ പറ്റിയേക്കുമെന്നാണ്. അപ്പോൾ മികച്ച ടീമാണ്, അവർക്കെതിരെയാണ് ഏകപക്ഷീയമായി 2 ഗോളുകളുടെ വിജയമെന്ന് പറയുന്നത്. ഫെറാൻ ടോറസും ലാമിനെ യമാലുമാണ് ബാഴ്സലോണയുടെ ഗോളുകൾ കണ്ടെത്തിയത്. ഈ ഗോളുകൾക്ക് അസിസ്റ്റ് കൊടുത്തതാവട്ടെ റാഫിജീബ് അതുപോലെ ഫെർമിൻ ലോപ്പസുമാണ്. ഏതായാലും മത്സരത്തിൽ FC ബാഴ്സലോണ മികച്ച ടീമിനെ തന്നെ കളിക്കളത്തിലേക്ക് ഇറക്കിയ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള റിസ്കിനും കോച്ച് തയ്യാറാവില്ല എന്ന്. പ്രത്യേകിച്ച് റയലിൻ്റെ അനുഭവം മുന്നിലുണ്ടല്ലോ. ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റാഷ്ഫോർഡും ഫെറാൻ ടോറസും ലാമിനെ യമാലുമാണ് ആദ്യ 11-ൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ തന്നെയായിരുന്നു. ഡിഫൻസിൽ കൂണ്ടയും കുബാർസിയും മാർട്ടിനും ബാൽഡയും ഒക്കെ അണിനിരുന്നു. അങ്ങനെ മികച്ച ടീമും കൊണ്ട് തന്നെയാണ് ബാഴ്സ ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതിയിൽ പക്ഷേ റേസിംഗ് ബാഴ്സയെ ഗോളടിക്കാൻ വിട്ടില്ല. രണ്ടാം പകുതിയിൽ 66ാമത്തെ മിനിറ്റിലാണ് ആ ഡെഡ് ലോക്ക് പൊട്ടിച്ച് ഫെറാൻ ടോറസിൻ്റെ ഗോൾ പിറക്കുന്നത്. അതിന് ഫെർമിൻ കൊടുത്തൊരു പാസ് ഉണ്ട്. അതൊരു സൂപ്പർ ബോളായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു ഹ്യൂജ് ഗോൾ പിറക്കുന്നത്. കളിയുടെ അവസാനത്തിലാണ് റാഫീനിയുടെ അസിസ്റ്റിൽ നിന്ന് ലാമിനെ യമാലിൻ്റെ ഗോൾ വന്നത്. ആ ഗോളോടുകൂടി ബാഴ്സലോണ 2-0 മത്സരം സീൽ ചെയ്തു. ഏതായാലും ഇനി അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.